നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പലസ്തീനികളെ മാറ്റിപ്പാർപ്പിച്ച് ഗാസ മുനമ്പ് പുനർനിർമ്മിക്കാനുള്ള ട്രംപിന്റെ പ്രഖ്യാപനം. ഈ നിർദ്ദേശം ലോകത്തെവിടെയും ഇപ്പോൾ ചർച്ചയാണ്. ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു വിഷയമാണ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിലെ ജനങ്ങളോട് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഉയർന്നു വന്ന ആദ്യത്തെ യഥാർത്ഥ ആശയം. ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ആശ്ചര്യത്തോടെ അമേരിക്ക കേൾക്കുമ്പോൾ ഒരു പ്രൊഫസർ നിർനിമേഷനായി നിൽക്കുന്നു. അദ്ദേഹത്തിന് അത്ഭുതമൊന്നുമില്ല. 2024 ട്രംപ് ടീം തുടങ്ങിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇത്തരമൊരു പ്രപ്പോസൽ. ഇപ്പോഴിതാ ഗാസ മുനമ്പിൻ്റെ പുനർവികസനം എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ പുറത്തു വന്നിരിക്കുന്നു. വ്യക്തമായ ധാരണയോടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് എന്ന് വ്യക്തം. ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രൊഫസർ ജോസഫ് പിൽസ്മാൻ അദ്ദേഹത്തിന് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ഞെട്ടലുണ്ടാവാതിരുന്നത് സ്വാഭാവികം. സാമ്പത്തിക ശാസ്ത്രത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലുമൊക്കെ വിദഗ്ധനാണ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ എക്കണോമിക് സ്റ്റഡി ഓഫ് മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്കയുടെ തലവനായ പെൽസ്മാൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ ഒരു സമിതിയാണ് 2024 ജൂലൈയിൽ ഇത്തരമൊരു പദ്ധതി തയ്യാറാക്കി ഡൊണാൾഡ് ട്രംപിന് സമർപ്പിക്കുന്നത്. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ചതിന് ശേഷം ഗാസ എങ്ങനെ പരിഹരിക്കാം എന്നതായിരുന്നു ഒരിക്കൽ എന്റെ ചിന്ത. ഇത് സംബന്ധിച്ച ഒരു കാഴ്ചപ്പാട് ഞാൻ എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്ന് ഞാൻ സ്വയം ചോദിച്ചു. ബൈഡൻ ഭരണകൂടമല്ല ഇത്തരമൊരു ആശയത്തോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ ടീമായിരുന്നു. അതുകൊണ്ട് അവരുമായി ഞാൻ ആശയം പങ്കുവച്ചു. പെൽസ്മാൻ എന്തുകൊണ്ട് ഇത്തരമൊരു പദ്ധതി ഏറ്റെടുത്തു എന്നതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ പിന്നീട് വിശദീകരിച്ചിരുന്നു. ഗാസ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു സാമ്പത്തിക പദ്ധതി, ഒരു BOT സമീപനമായിരുന്നു ഞാൻ നിർദ്ദേശിച്ചത്. ഇപ്പോഴിതാ ഗാസ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു സാമ്പത്തിക പദ്ധതി, ഒരു BOT സമീപനം എന്ന തലക്കെട്ടിൽ പെൽസ്മാന്റെ പ്രബന്ധം ഗ്ലോബൽ വേൾഡ് ജേർണലിൽ പ്രസിദ്ധീകരിച്ചു. ഗാസയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായി പെൽസ്മാൻ പ്രതിപാദിക്കുന്നുണ്ട്. യുദ്ധാനന്തരം പലസ്തീനികൾ ഗാസ മുനമ്പിൽ അവരുടെ ജീവിതം തുടർന്നാൽ അത് അത്യന്തം ക്ലേശകരമായിരിക്കും എന്ന് വസ്തുതകളുടെയും കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നു. 2007 2022 ഇടയിൽ ഗാസയുടെ വാർഷിക GDP ശരാശരി 0.4% വളർച്ച മാത്രമാണ് കൈവരിച്ചത്. ഉയർന്ന ജനസംഖ്യാ വളർച്ച കാരണം GDP പ്രതിവർഷം 2.5% കുറവ് വന്നിരുന്നു. 2022 കണക്കനുസരിച്ച് ഗസയിലെ തൊഴിലില്ലായ്മ നിരക്ക് 45%. ജനസംഖ്യയുടെ 53% ആളുകളും ദരിദ്രാവസ്ഥയിൽ കഴിയുന്നു. വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന പലസ്തീനികളിൽ 13%-ഓളമാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നത്. എന്നാൽ വെസ്റ്റ് ബാങ്കിന്റെ സ്ഥിതിയല്ല ഗാസ മുനമ്പിലെന്ന് പെൽസ്മാൻ പറയുന്നു. 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ഗാസയ്ക്കെതിരെ യുദ്ധം ആരംഭിച്ചു. ഗാസയിലെ നാശം വളരെ വ്യാപകമായി. ഇനി അത് നന്നാക്കാനോ പുനർനിർമ്മിക്കാനോ കഴിയാത്ത വിധം അത്ര വലിയ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഗാസ മുനമ്പിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പെൽസ്മാന്റെ അഭിപ്രായത്തിൽ ഒരു സ്വകാര്യ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിക്ഷേപ സ്ഥാപനവും ഇനി ഗാസയിൽ കടന്ന് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കില്ല. കാരണം അസ്ഥിരമാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ. എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണമുണ്ടാകാം. ഗാസ മുഴുവനായി പൂർണ്ണമായി പുനർനിർമ്മിച്ചില്ല എങ്കിൽ അവിടെ മനുഷ്യജീവിതം അസാധ്യമാക്കും എന്ന് കൃത്യമായി പെൽസ്മാൻ വിശദീകരിക്കുന്നു. ഗാസയിൽ ഏകദേശം 1.2 ദശലക്ഷം ആളുകൾ ഹമാസ് പ്രവർത്തനങ്ങൾ കാരണം ഭവനരഹിതരും നിരാലംബരുമാണ്. ഇപ്പോഴും നിലനിൽക്കുന്ന കെട്ടിടങ്ങളിൽ 62% ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പല കെട്ടിടങ്ങൾക്കും ഗുരുതരമായ വിള്ളലുകളുണ്ട്. അവിടെ മനുഷ്യവാസം അസാധ്യമാണ്. പ്രധാന റോഡുകളിൽ 90% നശിപ്പിക്കപ്പെട്ടു. പെൽസ്മാന്റെ അഭിപ്രായത്തിൽ ഇനി അവിടെ ചെയ്യേണ്ടത് മുഴുവൻ സ്ഥലവും പൂർണ്ണമായി നശിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ എല്ലാം പുതുതായി തുടങ്ങണം. 3 മേഖലകളിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥ ഗാസ മുനമ്പിൽ വളർത്തിക്കൊണ്ടുവരണം. അവിടെ ടൂറിസം സാധ്യതകളുണ്ട്, കാർഷിക സാധ്യതകളുണ്ട്, ഹൈടെക് സാധ്യതകളുണ്ട്. ഗാസയെ വികസിപ്പിക്കാനുള്ള 3 സെക്ടർ മാതൃകയിൽ നിന്നാണ് തന്റെ പദ്ധതിയും ആശയവും ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പെൽസ്മാൻ പറയുന്നു. ചുരുക്കത്തിൽ ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണം അറബ് രാജ്യങ്ങൾ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. സ്വകാര്യ കമ്പനികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ അവിടെ പുതുതായി പ്രവേശിക്കില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും ഏറ്റെടുക്കില്ല. കാരണം മേഖലയിലെ അസ്ഥിരത തന്നെയാണ് അതിന്റെ മുഖ്യ തടസ്സം.
എന്നാൽ ഗാസ നിവാസികളെയും ഹമാസിനെയും ഒക്കെ പൂർണ്ണമായി ഗാസ മുനമ്പിൽ നിന്ന് ഒഴിപ്പിച്ചാൽ ആ പ്രദേശം കൂടുതൽ ശക്തമായ വികസന സാധ്യതയുള്ളതായി തീരും എന്ന് ട്രംപ് പറയുന്നത് വെറുതെയല്ല എന്നർത്ഥം. പൂർണ്ണമായും എല്ലാ കെട്ടിടങ്ങളും നശിപ്പിക്കുക, കോൺക്രീറ്റ് പോലും പുനരുപയോഗം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റും ആ കെട്ടിടങ്ങൾക്ക് ഉപയോഗിച്ച കമ്പികളും മെറ്റിലുമൊക്കെ വേർതിരിച്ചെടുക്കുക. ഒരു ത്രികോണാകൃതിയിലുള്ള പൂർണ്ണമായും പുതിയ ഒരു നിർമ്മിതി അവിടെ ഉയരണം. നശിച്ച കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പോലും പുനരുപയോഗം ചെയ്യാൻ സാധിക്കണം. ഭൂമിക്കടിയിൽ വ്യാപിച്ചു കിടക്കുന്ന ടണൽ ശൃംഖലയുണ്ട്, അവ പൂർണ്ണമായും നശിപ്പിക്കേണ്ടിയിരിക്കുന്നു. IDF അവരുടേതായ കടമ ചെയ്തിട്ടുണ്ട്. എങ്കിലും നിരവധി ദൗത്യം ഇനിയും ബാക്കിയാണ്. ചൈനയിലെ സാമ്പത്തിക വികസനങ്ങളെക്കുറിച്ച് USAIDുമായി മുമ്പ് പ്രവർത്തിച്ചിരുന്ന പെൽസ്മാൻ അവതരിപ്പിച്ച ഒരു പദ്ധതിയുണ്ട്. വികസ്വര രാജ്യങ്ങളിൽ നടപ്പാക്കിയ ഒരു മാതൃകയായ BOT രീതി. ഇതേ രീതി ഗാസ മുനമ്പിലും അവലംബിക്കാമെന്ന് പെൽസ്മാൻ പറയുന്നു. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ഇത്തരമൊരു രീതി അനുസരിച്ച് സ്വകാര്യ മേഖലയിലെ കമ്പനികളും സംഘടനകളും സർക്കാർ സ്ഥാപനങ്ങളുമായി നിക്ഷേപ പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നു. ഗാസ മുനമ്പ് പൂർണ്ണമായി അമേരിക്ക പോലെ ഒരു ശക്തി കേന്ദ്രത്തിന്റെ കയ്യിലായാൽ മാത്രമേ സ്വകാര്യ കമ്പനികൾ ഇത്തരം നിർമ്മാണ വികസന പ്രവർത്തനങ്ങളുമായി ഗാസ മുനമ്പിലേക്ക് കടന്നുവരൂ. സർക്കാരിൽ നിന്ന് 50 അല്ലെങ്കിൽ 100 വർഷത്തെ പാട്ടവ്യവസ്ഥയിൽ ഭൂമി അവർക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരമൊരു സംവിധാനത്തിന് കീഴിൽ ഒരു സ്വകാര്യ കമ്പനി നിരവധി പതിറ്റാണ്ടുകൾക്ക് വേണ്ട ഒരു പദ്ധതി അവർ സ്വയം വികസിപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം ഒരു പൊതു സംവിധാനത്തിന് ഉടമസ്ഥാവകാശം കൈമാറുന്നു. പൂർണ്ണമായും സാമ്പത്തിക വീക്ഷണകോണിൽ നിന്ന് ഗാസയെ പരിഗണിക്കുന്ന ഒരു സമീപനമാണ് പെൽസ്മാൻ തന്റെ ഗവേഷണ പ്രബന്ധത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെൽസ്മാന്റെ പദ്ധതി വിശാലമാണ്. പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗാസ മുനമ്പ്, ലൈറ്റ് റെയിൽ സംവിധാനം അടക്കം എല്ലാവിധ ആധുനിക ക്രമീകരണങ്ങളും, വ്യോമ തുറമുഖ സർവീസുകളും അവിടെ ഉണ്ടായിരിക്കും. ഊർജ ആവശ്യങ്ങൾക്കായി മുനമ്പ് ഇസ്രയേലിൽ നിന്ന് സ്വതന്ത്രമാക്കിയെടുക്കും. പെൽസ്മാന്റെ ഈ പദ്ധതി പ്രകാരം ഗാസയിലെ ഈ വലിയ പുനർനിർമ്മാണത്തിന്റെ ചെലവ് 1 ട്രില്യൺ മുതൽ 2 ട്രില്യൺ വരെയാണ്. ഏകദേശം 5 വർഷം മുതൽ 10 വർഷം വരെ നിർമ്മാണ പദ്ധതി നീണ്ടു നിൽക്കും. കൃഷി, ടൂറിസം, സാങ്കേതിക മേഖലകൾ നയിക്കുന്ന ഗാസയിലെ യുദ്ധാനന്തര സമ്പദ് വ്യവസ്ഥയെ വിശകലനം ചെയ്യുന്ന ഒരു മാതൃക അടിസ്ഥാനമാക്കിയുള്ളതാണ് പെൽസ്മാന്റെ ഈ പദ്ധതി. അതുകൊണ്ട് തന്നെ 5 മുതൽ 10 വർഷത്തേക്ക് ആ പ്രദേശത്തേക്ക് മനുഷ്യവാസം അത്ര എളുപ്പമല്ല. ഗാസ മുനമ്പിന്റെ പടിഞ്ഞാറൻ കടൽ തീരത്ത് റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, മറ്റ് ആഡംബര സൗകര്യങ്ങൾ എന്നിവ പെൽസ്മാൻ പദ്ധതിയിടുന്നു. കിഴക്കൻ ഭാഗത്ത് ചൈനീസ് മോഡലിൽ 30 നിലകളുള്ള ഭവന യൂണിറ്റുകൾ, വലിയ തോതിൽ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ, അതിനിടയിൽ കാർഷിക മേഖലകളും ഹരിത ഗ്രഹങ്ങളും. ടെറർ ടണലുകൾ പൂർണ്ണമായി ഖനനം ചെയ്യുമെന്നാണ് പെൽസ്മാൻ പറയുന്നത്. താമസക്കാർക്കും ബിസിനസ്സുകാർക്കും ഇടയിലുള്ള ഫണ്ട് കൈമാറ്റം ഒരു ഓൺലൈൻ എക്സ്ചേഞ്ച് നെറ്റ്വർക്ക് വഴി മാത്രമായിരിക്കും. പേപ്പർ മണി, ക്രെഡിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ വിദേശ സഹായം എന്നിവയുടെ ആവശ്യകത ഇത് ഒഴിവാക്കുന്നു. UAE, സൗദി അറേബ്യ തുടങ്ങിയ വിദ്യാഭ്യാസ മാതൃകകൾ ഉൾക്കൊണ്ട് കിൻഡർ ഗാർട്ടൻ മുതൽ സർവകലാശാലകൾ വരെയുള്ള പാഠ്യപദ്ധതികൾ, സുന്നി, സൂഫി, ഇസ്ലാമിക പഠിപ്പിക്കലുകളും അവിടെ ഉണ്ടാകും. ഹമാസിനെയും അവരുടെ സഹഗൂഢാലോചനക്കാരെയും പൂർണ്ണമായി ആ മുനമ്പിൽ നിന്ന് തുരത്തുക, തൂത്തൊടിക്കുക. പലസ്തീനികളെ സുരക്ഷിതമായി മറ്റ് രാജ്യങ്ങളിൽ താൽക്കാലികമായി പാർപ്പിക്കുക. അതിനുശേഷം അപകടകാരികളല്ലാത്തവരെ ഗാസ മുനമ്പിലേക്ക് കൊണ്ടുവരിക. 1993 ഓസ്ലോ ഉടമ്പടി പ്രകാരം ഗാസയിൽ ഹമാസിന് സ്വത്തവകാശമില്ല. 2005 ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറിയപ്പോൾ ഈ അവകാശങ്ങൾ യാതൊരുവിധ അപകടങ്ങളുമില്ലാതെയിരിക്കുന്നു. ഗസ മുനമ്പിനെ എങ്ങനെ വീണ്ടും സമൃദ്ധിയുള്ളതാക്കാം എന്നതിൻ്റെ കൃത്യമായ രൂപരേഖയാണ് പെൽസ്മാൻ തയ്യാറാക്കിയത്. ഈ രൂപരേഖ വായിച്ചു മനസ്സിലാക്കിയ ട്രംപ് ഇതിൽ അതീവ ആകൃഷ്ടനായി. അതാണ് ഇത്തരമൊരു പദ്ധതി ലോകസമക്ഷം അവതരിപ്പിക്കാൻ ട്രംപ് തയ്യാറായതും. യുദ്ധാനന്തര ഗാസ മുനമ്പിലേക്ക് പലസ്തീനികൾ കൂട്ടത്തോടെ എത്തി താമസം ആരംഭിച്ചാലും അവരെ കാത്തിരിക്കുന്നത് നരകദിനങ്ങളെന്ന് ട്രംപിന് കൃത്യമായി അറിയാം. അവിടെ തൊഴിലില്ല, പണമില്ല, ജീവിക്കാൻ മറ്റ് നിർവാഹം ഒന്നുമില്ല. ഇസ്രായേലിലേക്ക് ഇനി തൊഴിലിനായി പലസ്തീനികളെ കൂട്ടത്തോടെ പ്രവേശിപ്പിക്കത്തുമില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ദുരന്താവസ്ഥയിൽ ജീവിക്കുന്നതെന്നാണ് ട്രംപിന്റെ ചോദ്യം. ഒപ്പം ഗാസ പുനർനിർമ്മിക്കാനുള്ള സമ്പൂർണ്ണ പദ്ധതി തയ്യാറാക്കി ഇതാ ട്രംപ് കാത്തിരിക്കുന്നു. വല്ലാത്തൊരു നേതാവ് തന്നെയാണ് ഈ ട്രംപ്. ഇപ്പോഴിതാ ഇറാനെ കൂടി ട്രംപ് വിരട്ടുകയാണ്. എത്രയും പെട്ടെന്ന് ഇറാൻ അമേരിക്കയുമായി ഒരു കരാറിൽ ഏർപ്പെടുക. പൂർണ്ണമായി ആണവവർജനം തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കില്ല എന്ന് അമേരിക്കയുമായി ഒരു കരാറിൽ ഒപ്പിട്ടാൽ ഇസ്രായേൽ ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കില്ല. അത് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം. ഇതാണിപ്പോൾ ട്രംപിന്റെ പ്രഖ്യാപനം.
ഇല്ലെങ്കിൽ ഇസ്രായേൽ വിചാരിച്ചാൽ നിങ്ങളെ നിമിഷനേരം കൊണ്ട് തവിടുപൊടിയാക്കുമെന്നും ട്രംപ് പറഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപ് പ്രതികാര നടപടികൾ തുടരുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ട് തന്നെ ഇറാനോടുള്ള സമീപനം ശക്തമാക്കിയിരിക്കുകയാണ് ട്രംപ്. സ്വന്തം രാജ്യത്തിലെ നേതാക്കളോട് പോലും പ്രതികാരം ചെയ്യുന്ന ഈ നേതാവ് എന്തും ചെയ്യുമെന്ന് ലോകം ഭയക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സുരക്ഷാ അനുമതി പോലും ട്രംപ് പിൻവലിച്ചു. ദൈനംദിന ഇന്റലിജൻസ് വിവരങ്ങൾ ജോ ബൈഡന് ലഭിക്കുന്നത് റദ്ദാക്കുകയും ചെയ്തു പുതിയ പ്രസിഡന്റ്. ജോ ബൈഡന്റെ മാത്രമല്ല US മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെയും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവന്റെയും സുരക്ഷാനുമതി റദ്ദാക്കി ട്രംപ്. ബൈഡന്റെ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ലിസ മൊണാക്കോയുടെ സുരക്ഷാ ക്ലിയറൻസുകളും ട്രംപ് അസാധുവാക്കി. ട്രംപിനെതിരായ കേസുകൾക്ക് നേതൃത്വം നൽകിയ ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ്, മാൻഹട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ആൽവിൻ ബ്രാഗ് എന്നിവരുടെ സുരക്ഷാനുമതിയും റദ്ദാക്കി. സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ എതിരാളികളോട് ട്രംപ് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ശത്രുക്കൾക്ക് നേരെ എന്തും ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഗാസ മുനമ്പിൽ ട്രംപിൻ്റേത് വാണിജ്യ താൽപ്പര്യങ്ങൾ മാത്രമല്ല. ഇപ്പോഴിതാ പെൽസ്മാൻ പറയുന്നു ഗാസ നിവാസികൾക്ക് രക്ഷപ്പെടാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.